വിവാദങ്ങൾക്കിടെ CPM സംസ്ഥാന സമിതി ഇന്ന് ചേരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളാണ് പ്രധാന അജണ്ട. CPI സംസ്ഥാന കൗൺസിലും തുടരുന്നുണ്ട്. ഇന്ന് ചേരുന്ന യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയവും അജണ്ടയാകും. വിവരങ്ങൾ നൽകാനായി അഖിൽ പാലോട്ടുമഠം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അഖിൽ, ഗുഡ് മോർണിംഗ്. വിവാദങ്ങൾ കെട്ടുകണക്കിന് കിടക്കുകയാണ്. എങ്ങനെ പ്രതിരോധിക്കുമെന്ന് പോലും അറിയാതെ നിൽക്കുന്നു. മാസപ്പടി വിവാദം തന്നെയാണ് അതിൽ പ്രധാനം. അതിനിടയിലാണ് ഇന്ന് CPM സംസ്ഥാന സമിതി ചേരുന്നത്. എങ്ങനെയൊക്കെ ആയിരിക്കും പ്രതിരോധം, മറ്റെന്തൊക്കെ ആയിരിക്കാം ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ടകൾ? രജനി, CPM-ന്റെ കഴിഞ്ഞ ദിവസം അവസാനിച്ച CPM സംസ്ഥാന സെക്രട്ടറിയേറ്റിന് പിന്നാലെയാണ് CPM സംസ്ഥാന സമിതി യോഗം ഇന്ന് തുടരുന്നത്. കഴിഞ്ഞ ദിവസം LDF യോഗം ചേർന്ന പശ്ചാത്തലത്തിൽ കൂടി തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഇന്ന് CPM സംസ്ഥാന സമിതി ചർച്ച ചെയ്യാൻ എടുത്തിട്ടുള്ള പ്രധാനമായ ഒരു അജണ്ട. കാരണം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് ഏത് നിമിഷം വേണമെങ്കിലും അത് ഉണ്ടാകാമെന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് CPM കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതീവ വേഗത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കണം എന്ന് തന്നെയാണ് CPM ഇപ്പോൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന LDF യോഗത്തിലും ആ തരത്തിൽ തന്നെയായിരുന്നു തീരുമാനമുണ്ടായിരുന്നത്. സീറ്റ് വിഭജനം അടക്കം LDF പൂർത്തിയാക്കി കഴിഞ്ഞു. കാരണം തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആദ്യം സീറ്റ് വിഭജനം തന്നെ പൂർത്തിയാക്കുന്ന ഒരു മുന്നണിയായി CPM LDF മാറുകയാണ്. 15 സീറ്റുകളിൽ CPM-ഉം 4 സീറ്റുകളിൽ CPI-യും 1 സീറ്റിൽ കേരള കോൺഗ്രസ് M-ഉം മത്സരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ചതിൽ കോട്ടയമാണ് CPM കേരള കോൺഗ്രസ് M-നായി വിട്ടു നൽകിയിരിക്കുന്നത്. ബാക്കി 4 സീറ്റുകളിൽ കഴിഞ്ഞ തവണ മത്സരിച്ചെടുത്തു തന്നെ CPI മത്സരിക്കാനുള്ള ഒരു ധാരണയും എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. സർക്കാരിന്റെ രണ്ടാം അധികാരത്തിലിരിക്കുമ്പോൾ നടക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് 1 സീറ്റ് മാത്രമാണ്. പിന്നെ കേരള കോൺഗ്രസിന്റെ മുന്നണി പ്രവേശത്തോടു കൂടി അത് 2ആയി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഉണ്ടായത്. അപ്പോൾ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2 മാത്രമാണ് ഇപ്പോൾ നിലവിൽ LDF-ന്റെ MP-മാരുള്ളത്. അത് വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമാണ് LDF-നുള്ളത്. അത് CPM-നാണ് കൂടുതൽ അത് പ്രതിസന്ധിയാവുക. കാരണം 15 സീറ്റുകളിലും മത്സരിക്കുന്നത് CPM ആയതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകളിൽ വിജയിച്ചു കയറുക എന്നുള്ള ഉത്തരവാദിത്വവും അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം രാഷ്ട്രീയമായി കോൺഗ്രസും BJP-യും ഒക്കെ തന്നെ സർക്കാരിന്റെ വിലയിരുത്തൽ കൂടിയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന രാഷ്ട്രീയ ആയുധം മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അടക്കം നിൽക്കുന്ന പശ്ചാത്തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ വലിയ രീതിയിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഇതിനെ നേരിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടി അത് വലുതായിരിക്കും എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രചരണത്തിന് CPM തുടക്കം കുറിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്നലെ അവസാനിച്ച LDF യോഗത്തിൽ എടുത്ത പ്രധാന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് 14-ാം തീയതി തന്നെ LDF-ന്റെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ജില്ലാ LDF യോഗങ്ങൾ ചേരാൻ, അതിനുശേഷം മണ്ഡലാടിസ്ഥാനത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊടുക്കമായി എന്ന നിലക്ക് നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ കമ്മിറ്റികളും രൂപീകരിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷേ ആ തീരുമാനങ്ങൾ വന്ന ഉടൻ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് വന്നാൽ ആദ്യ കൺവെൻഷൻ നടത്തുന്ന മുന്നണിയും അത് LDF ആകണം എന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് CPM-ന്റെയും CPI-യുടെയും സംസ്ഥാന കൗൺസിൽ യോഗങ്ങൾ ചേരുകയാണ്. CPM-ന്റെ സംസ്ഥാന സമിതി യോഗവും CPI-യുടെ സംസ്ഥാന കൗൺസിൽ യോഗവുമാണ് ചേരുന്നത്. അതിൽ CPI-യെ സംബന്ധിച്ചിടത്തോളം 4 സീറ്റുകളിലാണ് കേരളത്തിൽ CPI മത്സരിക്കുന്നത്. തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട് മണ്ഡലങ്ങളിലാണ് CPI മത്സരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ 3 മണ്ഡലങ്ങളും സ്റ്റാർ പ്ലസ് മണ്ഡലങ്ങളായി തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതാണ്. ഒന്ന് തിരുവനന്തപുരം, ഒന്ന് തൃശ്ശൂരും, ഒന്ന് വയനാടുമാണ്. അപ്പോൾ ആ തരത്തിൽ വലിയ സ്റ്റാർ ക്യാമ്പയിനുകൾ നടക്കുന്ന ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥിതിക്ക് അത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കണമെന്നുള്ള ഒരു ആശയവിനിമയവും CPI-ക്കകത്ത് നടക്കുന്നുണ്ട്. ഇന്ന് ചേരുന്ന CPI-യുടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഇന്നലെ നടന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഒരു ധാരണയായിട്ടുണ്ട് എന്നതാണ് നമുക്ക് ചില CPI നേതാക്കളുമായി സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം CPI-യെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കുറെ കാലമായി വലിയ 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന തിരിച്ചടികൾ മാത്രം നേരിടേണ്ടി വരുന്ന ഒരു നിയോജക മണ്ഡലമാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ വിജയിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലമായിട്ടാണ് CPI കാണുന്നത്. പക്ഷേ വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നത് കൊണ്ട് മാത്രമാണ് ഒരു സ്റ്റാർ ക്യാമ്പയിനിങ് മണ്ഡലമായി മാറുന്നത്. രാഹുൽ ഗാന്ധി മത്സരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസുമായി നേർക്കുനേർ ഒരു മത്സരത്തിന് തന്നെ തയ്യാറാകേണ്ടി വരും എന്ന ഒരു പ്രത്യേകതയും ഒരു വെല്ലുവിളിയും CPI-യെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും CPI-യുടെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഏകദേശ രൂപം ഇന്ന്
ഇന്ന് നടക്കുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തോടു കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ അവരുടെ പരിഗണനാ പട്ടികയിലുള്ളത് തിരുവനന്തപുരത്ത് മുതിർന്ന CPI നേതാവ് പന്ന്യൻ രവീന്ദ്രനും GR അനിലുമാണ് അവരുടെ പ്രഥമമായ പട്ടികയിലുള്ളത്. അത് തൃശ്ശൂരേക്ക് എത്തുന്ന സമയത്ത് VS സുനിൽകുമാർ, മുൻ റവന്യൂ മന്ത്രിയായിട്ടുള്ള KP രാജേന്ദ്രനുമാണ്. രണ്ടുപേരുമാണ് പട്ടികയിലുള്ളത്. വയനാട് എത്തുന്ന സമയത്ത് കേന്ദ്ര നേതാവായിട്ടുള്ള ആനി രാജയും CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീറുമുണ്ട്. അവർ മറ്റൊരു സീറ്റിൽ മത്സരിക്കുന്നത് മാവേലിക്കരയാണ്. മാവേലിക്കരയിൽ ആദ്യ പട്ടിക കഴിഞ്ഞ തവണ മത്സരിച്ച ചിറ്റയം ഗോപകുമാറിനും അതോടൊപ്പം തന്നെ AYFന്റെ നേതാവായ KS അരുൺകുമാറിനുമാണ് സ്ഥാനാർത്ഥി നിർണയ പട്ടികയിൽ ഒരു മുൻതൂക്കമുള്ളത്. എന്തായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം അനുസരിച്ച് തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ, തൃശ്ശൂരിൽ VS സുനിൽകുമാർ, വയനാട്ടിൽ ആനി രാജേന്ദ്രൻ അല്ലെങ്കിൽ PP സുനീർ. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം രാഹുലാണ് മത്സരിക്കാൻ വരുന്നെങ്കിൽ ഒരു ദേശീയ നേതാവ് തന്നെ മത്സരിക്കട്ടെ എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയാൽ ആനി രാജയിലേക്ക് വരും. ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊക്കെ തന്നെ നിലനിൽക്കുമ്പോഴും നമുക്കറിയാം ഈ CPI അതായത് മുന്നണിക്കുള്ളിലുള്ള ഒരു വിമർശനം, ബഡ്ജറ്റിൽ ഈ ഭക്ഷ്യവകുപ്പിനെ അവഗണിച്ചതിനുള്ള വിമർശനം അത് ഇന്നലെ രൂക്ഷമായിട്ട് തന്നെ ഉന്നയിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിക്കെതിരെ ലതാദേവി, അതായത് മന്ത്രി GR അനിലിന്റെ ഭാര്യ ലതാദേവിയാണ് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈ തെളിഞ്ഞെന്നാണ് സംസ്ഥാന കൗൺസിൽ അംഗം കൂടിയായ ലതാദേവിയുടെ പരിഹാസം. ഇന്നും അതേ രീതിയിലുള്ള പരിഹാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ലേ? കഴിഞ്ഞ ബഡ്ജറ്റ് അവതരണത്തിന് പിന്നാലെ തന്നെ CPI മന്ത്രിമാരല്ല, ഘടകകക്ഷിയിലെ മുഴുവൻ മന്ത്രിമാരും ഒക്കെ തന്നെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. അവരുടെ വകുപ്പുകളിലേക്ക് കാര്യമായിട്ടുള്ള ഒരു പരിഗണന ലഭിച്ചില്ല എന്ന് പല മന്ത്രിമാരും രഹസ്യമായും പരസ്യമായും പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് CPIയുടെ മന്ത്രിമാർ തന്നെ കുറച്ചുകൂടി രൂക്ഷമായിട്ട്, അതിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ്, കാരണം വിലക്കയറ്റം അടക്കം സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാരിന്റെ മുൻപിൽ ചോദ്യചിഹ്നമായി വിമർശനങ്ങൾ കേട്ട് നിൽക്കുന്നത് ഭക്ഷ്യവകുപ്പാണ്. അപ്പോൾ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി തന്നെ വലിയ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്നു. കാരണം കഴിഞ്ഞ 2 തവണയായി ചോദിക്കുന്ന പണം ലഭിക്കാത്തതിൽ വലിയ രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്നത് സപ്ലൈകോയാണ്. വലിയ ജനങ്ങൾക്കിടയിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നതും ഒക്കെ തന്നെ അത് CPIയുടെ മന്ത്രിയായ GR അനിലാണ്. അതുകൊണ്ട് തന്നെയാണ് CPIയിൽ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഭക്ഷ്യവകുപ്പ് മന്ത്രി ഒപ്പം തന്നെ വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ബഡ്ജറ്റിലൂടെ ക്ഷണിച്ചതിലും CPIക്ക് ഒരു അമർശമുണ്ട്. അത് ഇടതു നയമല്ല എന്നൊരു വിമർശനമാണ് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഇന്നലെ ഉയർന്നത്. എന്തായാലും ആ തരത്തിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ CPMനുമെതിരായ ഒരു വിമർശനം ഉണ്ടാകാനും ഒരു സാധ്യതയുണ്ട്. ഇന്നലെ LDF യോഗത്തിന് ശേഷം പുറത്തേക്ക് വന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തോട് വലിയ പ്രതികരണം ആരായുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു തണുത്ത മട്ടായിരുന്നു. കാരണം LDF യോഗത്തിൽ പോലും അദ്ദേഹം ഒരു അതൃപ്തിയോടെയാണ് പങ്കെടുത്തിട്ടുണ്ടാവുക എന്നതാണ് അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും CPIയുടെ സംസ്ഥാന കൗൺസിൽ യോഗം ഇന്ന് അവസാനിക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥി നിർണയം അടക്കം സർക്കാരിന്റെ ചില നിലപാടുകളിൽ അടക്കം വലിയ വിമർശനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരി, എന്തായാലും CPI സംസ്ഥാന സമിതിയും CPI സംസ്ഥാന കൗൺസിലും ഇന്ന് ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തന്നെയാണ് മുഖ്യ അജണ്ട. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അഖിൽ പാലോട്ടുപണം.